മലപ്പുറത്ത് രാഷ്ട്രീയ ഭേദമന്യേ ഒരു സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥിയുടെ പേര് VS ജോയ് എന്ന. എന്തുകൊണ്ട് VS ജോയ് ജയിക്കണം? 3 റീസൺസ്. നമ്പർ 1, കാര്യം നമ്മൾ വലിയ പുരോഗമനമൊക്കെ പറയുമെങ്കിലും എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ജാതിയും മതവും ഉപജാതിയും ഒക്കെ നോക്കിക്കൊണ്ടാണ്. അപ്പോൾ ഒരു മുസ്ലിം ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു ക്രിസ്ത്യൻ നേതാവിനോ, ഒരു ക്രിസ്ത്യൻ ഡോമിനേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് മുസ്ലിം നേതാവിനോ സ്ഥാനാർത്ഥിയാവാൻ സാധിക്കില്ല. അത് മെറിറ്റ് അട്ടിമറിക്കപ്പെടുകയല്ലേ. പക്ഷെ തവന്നൂര് 2% പോലും ക്രിസ്ത്യൻസ് ഇല്ല. അങ്ങനെ ഒരു മണ്ഡലത്തിൽ നല്ല ഒരു ക്രിസ്ത്യാനിയായ VS ജോയിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി മാത്രമാണ് പരിഗണിച്ചത്. VS ജോയ് തവന്നൂർ വരുമ്പോൾ അവിടെയുള്ള ജനങ്ങളും നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് ജോയിയെ കണ്ടത്. അപ്പോൾ ജോയ് അവിടെ ജയിച്ചു കഴിഞ്ഞാൽ അതൊരു ട്രെൻഡ് സെറ്ററാവും എന്ന് മാത്രമല്ല, ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ കാണാറില്ല, ഈ ചാനലിൽ വന്നിരുന്ന് കുറേ വയസ്സായ ആളുകൾ മുസ്ലിം വോട്ട്, ഹിന്ദു വോട്ട്, നായർ വോട്ട്, ഇതിലൊന്നും ഒരു കോപ്പും ഇല്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവാൻ ജോയിയുടെ വിജയം ഉപകാരപ്പെടും. റീസൺ നമ്പർ 2, ചില ആളുകളൊക്കെ പറയുന്നുണ്ട് മലപ്പുറത്ത് മുസ്ലിങ്ങൾക്ക് മാത്രമേ രക്ഷയുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും ഇവിടെ ജീവിക്കാനൊന്നും പറ്റത്തില്ല, ബാക്കിയുള്ളവർക്കൊന്നും ഇവിടെ ഒരു സാധ്യതയും ഇല്ല എന്ന്. അങ്ങനെ വരുമ്പോൾ മലപ്പുറത്ത് ജോയ് വിജയിച്ചു കഴിഞ്ഞാൽ മലപ്പുറക്കാർക്ക് അഭിമാനത്തോടെ കൂടെ പറയാം, ഞങ്ങൾ ക്വാളിറ്റി മാത്രമാണ് പരിഗണിക്കുന്നത്, ക്വാണ്ടിറ്റി അല്ല എന്ന്. അപ്പോൾ പിന്നെ നോമ്പായി കഴിഞ്ഞാൽ ഈ മലപ്പുറത്ത് നാരങ്ങ വെള്ളം കിട്ടിയില്ല എന്ന് പറയുന്ന വാർത്തയൊക്കെ കൊടുക്കുന്നവർക്ക് വേറെ വല്ല പണിയും നോക്കി പോവേണ്ടി വരും. റീസൺ നമ്പർ 3, നിലവിലെ അവിടുത്തെ MLA KT ജലീലാണ്. അദ്ദേഹം മന്ത്രിയായി 20 വർഷത്തോളം MLA ആയി. VS ജോയ് ഒരു യുവാവാണ്. സംടൈംസ് വി ക്യാൻ അഷ്വർ ദ ന്യൂ, ദ ഓൾഡ് മസ്റ്റ് ബി പുട്ട് ടു റെസ്റ്റ്.